പുത്തൻപുരയ്ക്കിലെ തന്റെ മുറിയിൽ പേടിയുടെ വാതിലടച്ച് പൂട്ടിയിരുന്ന ദീപ എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അവൾക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല. വല്ലാതെ ഭയന്ന് പോയവൾ ഫോണെടുത്ത് വീണ്ടും വിജയനെ വിളിച്ചു നോക്കി. നേരത്തെ 3 തവണ വിളിച്ചിട്ടും കിട്ടിയ സ്വിച്ച് ഓഫ് എന്ന മറുപടി തന്നെ ഇപ്പോഴും കിട്ടി. അവൾ ഭയം കൊണ്ട് വിറയ്ക്കുന്ന ശരീരത്തോടെ ചുമരിൽ ചാരിയിരുന്നു. സരസ്വതിയമ്മയെ താങ്ങിയെടുത്തുകൊണ്ട് കാറിനടുത്തേക്ക് കൊടുന്ന സുഭാഷിനെ പിന്നാലെ തിരിഞ്ഞു നോക്കി പോയ ദിവ്യ ഓർക്കെ അവൾ കിലുകില വിറച്ചു. താൻ അവരെ തള്ളിയിടുന്നത് അവൾ കണ്ടിട്ടുണ്ടാകുമോ? അവർക്ക് ബോധം വരുമ്പോ ഞാൻ തള്ളിയിട്ടതാണെന്ന് പറഞ്ഞാൽ ഇനി അമ്മമ്മ മരിച്ചു പോകുമോ? എങ്കിലിനി എന്റെ ജീവിതം ഇപ്പോ അപ്പുവേട്ടൻ അറിഞ്ഞിട്ടുണ്ടാകും. ആളെ പോലീസിൽ അറിയിക്കോ? ഈശ്വര, ഞാൻ അറിയാതെ ചെയ്തതല്ലേ. ആരെ സഹായത്തിന് വിളിക്കും? ഞാൻ അച്ഛനെ തന്നെ വിളിക്കാം. തൽക്കാലം ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. ഈ അച്ഛനൊന്ന് ഫോൺ എടുത്താൽ മതിയായിരുന്നു. മനസ്സിൽ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിറയ്ക്കുന്ന കൈയോടെ ഫോൺ എടുത്ത് വിജയനെ വിളിക്കാൻ തുടങ്ങി ദീപ. നീ എന്താ ദിവ്യയെ പറയുന്നത്? അവിടെ വേറെ ആരാ ഉണ്ടായിരുന്നത്? വിജയനാണോ? ദിവ്യ പറഞ്ഞു കേട്ട് പകച്ചു നിൽക്കുന്നവരെ നോക്കിയിട്ട് അപ്പു ധൃതിയിൽ തിരക്കി. ദിവ്യ പറയാൻ പോകുന്ന ദീപയുടെ പേര് തന്നെ ആകുമോ എന്നോർത്ത് സുഭാഷ് അസ്വസ്ഥതയുടെ കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു. അല്ല, അയാളല്ല. അപ്പുവിനെ നോക്കി ദിവ്യ പറയുന്നത് കേട്ട് സുഭാഷ് തളർച്ചയുടെ ചുമരിൽ ചാർന്നിനും. ആ വീടിന് നേർക്ക് ഓടി ചെല്ലുമ്പോൾ അവനും ഒരു മിന്നായം പോലെ കണ്ടിനും. തങ്ങളെ കടന്നും വെട്ടിത്തിരിഞ്ഞ് ഓടി പാഞ്ഞെന്നോണം വീടിനുള്ളിൽ കയറിയ ദീപയെ. ദിവ്യ, എന്താ നീ ആലോചിക്കുന്നത്? അയാളല്ലെങ്കിൽ പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ദീപയാണോ? അടക്കി പിടിച്ചതാണെങ്കിലും ആ ശബ്ദം അലറൽ പോലെയാണ് ബാക്കിയുള്ളവർക്ക് തോന്നിയത്. അതെ, അവരാണ് ഉണ്ടായിരുന്നത്. ആ സ്ത്രീ തള്ളിയിട്ടെന്ന് അമ്മമ്മ പറയാതെ പറയും പോലെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അമ്മമ്മയെ പെട്ടെന്ന് ഹോസ്പിറ്റൽ എത്തിക്കാൻ വേണ്ടി റോഡിലേക്ക് ഓടി. അവിടെ വെച്ചാണ് ഈ ചേട്ടനെ കണ്ടത്. ഞാൻ ചേട്ടനോട് കാര്യം പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും തിരികെ ചെല്ലുമ്പോൾ അവരെ അവിടെ കണ്ടില്ല. അപ്പുവേട്ടനുമായുള്ള അവിടെ കല്യാണക്കാര്യം പറഞ്ഞ് അമ്മമ്മയോട് ആ ദീപ വഴക്കിട്ടിട്ടുണ്ടാകും. അമ്മമ്മ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഉപദ്രവിച്ചാവാനേ തരമുള്ളൂ. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ദിവ്യ പറയേ. അപ്പു കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം അടക്കി. എന്നാൽ നെഞ്ചിലെന്തോ കൂടുകൂട്ടിയ പ്രണയം കൂടാരം തകർന്ന് വീണ പിടഞ്ഞു സുഭാഷ്. വീട്ടില്ല ഞാൻ അവളെ. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ദേഷ്യമടക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അപ്പു. അവൾ തന്നെയാണോ അമ്മയെ ഉപദ്രവിച്ചെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. അല്ലാതെ എടുത്തു ചാടി അവളോട് ചോദിക്കാനോ പറയാനോ ഒന്നും പോകണ്ട മോനെ. അപ്പുവിനെ അടക്കി പിടിച്ചുകൊണ്ട് ഭാമ പറഞ്ഞു. ആദ്യം എന്റെ അച്ഛൻ കണ്ണു തുറക്കട്ടെ. അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എന്നിട്ട് തീരുമാനിക്കും ഞാൻ. കടുത്ത ദേഷ്യമോ സങ്കടമോ ഒക്കെ കൊണ്ട് ചുവന്നു പോയ മുഖത്തോടെ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നനകൂറി നിന്നിരുന്നു. ഭാമയും ഉഷയും ദിവ്യയും സമാധാനിപ്പിച്ച് ഒരിടത്തെത്തിയിട്ട് അപ്പു സുഭാഷിന്റെ അടുത്ത് വന്നിരുന്നു. അവന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു. സുഭാഷേ. അവന്റെ ഇരിപ്പ് കാണി അപ്പു മെല്ലെ വിളിച്ചു. എനിക്ക് തെറ്റുപറ്റി അല്ലേ അപ്പു? നെഞ്ചി പിടയുന്ന നോവോടെ സുഭാഷ് തിരക്കി. എടാ, ഞാൻ എന്താടാ പറയേണ്ടത്? വേദനയോട് ചോദിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു അപ്പു. എനിക്കിതൊക്കെ തരണം ചെയ്യാൻ പറ്റുമോ അപ്പു? ഇന്ന് അച്ചമ്മയ്ക്ക് അടുത്തേക്ക് ദീപയ്ക്കൊപ്പം ചെല്ലുമ്പോൾ ആ വീടിനുള്ളിൽ മറഞ്ഞു പോയ ദീപയെ ഞാൻ കണ്ടതാണ്. അവളാണോ അച്ഛമ്മയെ ഉപദ്രവിച്ചതെന്നും എനിക്കറിയില്ല. അവിടെ അവളെ അങ്ങനെ കണ്ടിട്ടും എനിക്ക് അല്പം മുൻപ് വരെ ആ സംശയം തോന്നിയതുമില്ല. പക്ഷെ ദിവ്യ പറഞ്ഞ പോലെ എനിക്ക് സംശയമുണ്ട്. അവൾക്കതിൽ പങ്കില്ലെങ്കിൽ ഇങ്ങനെ മാറിപ്പോകേണ്ട കാര്യമില്ലായിരുന്നു. അതുപോലെ അവളുടെ മനസ്സിൽ നിന്നോട് താല്പര്യമുണ്ടെന്ന അറിവ് അത് എന്നെ കൂടുതൽ തകർത്ത് കളഞ്ഞപ്പോ. സഹോദര സ്ഥാനത്തുള്ള ഒരുവനെ പ്രണയിക്കുന്ന ഒരു പെണ്ണിനെയാണല്ലോ കഴിഞ്ഞ 10ഓളം വർഷമായി ഞാൻ മനസ്സിൽ കൊണ്ടുനടന്നത് എന്നോർക്കുമ്പോൾ, അവൾക്കൊപ്പം ഒരു കുടുംബജീവിതം ഞാൻ സ്വപ്നം കണ്ടിരുന്നു എന്നോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ടപ്പോ. മുഖം കുനിച്ചിരുന്നാണ് സുഭാഷ് പറഞ്ഞത്. എടാ, എനിക്ക് അവൾ ആരായിരുന്നെന്ന് നിനക്കറിയില്ലേ? ചോദിക്കുമ്പോൾ അപ്പുവിന് ദേഷ്യമോ സങ്കടമോ ഒക്കെ തോന്നി. നിന്റെ പ്രണയം ആരാണെന്നും ആ പ്രണയം നിനക്ക് ജീവനും ജീവിതവുമാണെന്നും അവളിപ്പോ നിയമപരമായി നിന്റെ ഭാര്യയാണെന്നും എന്നൊക്കെ എനിക്ക് വ്യക്തമായി അറിയാം. പക്ഷെ ദീപയ്ക്ക് നിന്നോട് അങ്ങനെ ഒരു താല്പര്യമുണ്ടെന്ന് ഇപ്പൊ ദിവ്യ പറഞ്ഞു കേട്ടാണ് ഞാൻ അറിഞ്ഞത്. മുൻപ് എപ്പോഴോ നീ അത് അറിഞ്ഞിരുന്നു. എന്നോട് എന്തേ ഒരു വാക്കുപോലും പറഞ്ഞില്ല. നേരത്തെ ഒരു സൂചനയെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ ഇന്നിപ്പോ ഞാൻ ഇത്രയേറെ വേദനിക്കില്ലായിരുന്നു എന്ന് തോന്നപ്പോ. തന്റെ മുഖത്ത് നോക്കാതെ സുഭാഷ് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി ഒന്നുമില്ലാതെ പതറിയിരിക്കേണ്ടി വന്നു അപ്പുവിന്. അവന്റെ ചോദ്യത്തിൽ തെറ്റില്ല. കാരണം ദീപയുടെ മനസ്സിൽ എന്താണെന്ന് എപ്പോഴെങ്കിലും ചെറുതായെങ്കിലും അവനൊരു സൂചന കൊടുക്കാമായിരുന്നു. അവളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ചിന്തിച്ചതാണ് തന്റെ തെറ്റ്. ഇനി എങ്ങനെ അവൻ തന്നെ വിശ്വസിക്കും? ചതിക്കാൻ ശ്രമിച്ചു എന്ന് കരുതുവോ? 100 ചിന്തകളുടെ മുഖം കുനിച്ചിരുന്നു അപ്പു. താൻ ചോദിച്ചതിന് മറുപടി ഒന്നുമില്ലാതെ തനിക്കടുത്ത് കുനിഞ്ഞുപോയ ശിരസോടെ വേദനയോടെ ഇരിക്കുന്നവനെ ഇനിയും ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കാൻ തോന്നിയില്ല സുഭാഷിനും. അവനൊരു ദീർഘനിശ്വാസത്തോടെ
ഒരാശ്വസിക്കൽ എന്ന പോലെ അപ്പുവിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. സുഭാഷിന്റെ മുഖത്ത് പോലും നോക്കാൻ അപ്പുവിനെ കൊണ്ടായില്ല. അപ്പു, എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണടാ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കലേ. നീ എനിക്കല്ലാതെ ആർക്കടാ മനസ്സിലാവുക? അപ്പുവിൻ്റെ മുഖത്തെ അടക്കാൻ കഴിയാത്ത സങ്കടം കാണി അലിവോടെ പറഞ്ഞു സുഭാഷ്. എടാ, നിനക്കറിയുന്നതല്ലേ അവിടെ ഞാൻ എൻ്റെ അനിയത്തിയായിട്ടാണെടാ കണ്ടിട്ടുള്ളതെന്ന്. അവൾക്ക് എന്നോട് ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാം എന്നേ ഞാൻ കരുതിയുള്ളൂ. ഞാൻ പറഞ്ഞാൽ അവൾ മനസ്സിലാക്കും, അനുസരിക്കുമെന്നൊക്കെ കരുതി. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ അത് പറയാതിരുന്നത്. അല്ലാതെ നിന്നെ പറ്റിച്ചതോ കളിപ്പിച്ചതോ ഒന്നുമല്ല. സങ്കടത്തോടെയാണ് അപ്പു പറഞ്ഞത്. എനിക്കറിയാം, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. അച്ഛമ്മ ഉണരട്ടെ, എന്താ ഉണ്ടായെന്ന് ചോദിക്കാം നമുക്ക്. അപ്പുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് സുഭാഷ് പറഞ്ഞു. അപ്പു ആലോചനയുടെ മെല്ലെ ഒന്ന് മൂളി. ആ നേരം തന്നെ സരസ്വതിയമ്മ കണ്ണ് തുറന്നു എന്ന് അപ്പുവിനെ കാണണമെന്നും ഐസിയിൽ നിന്നും അറയിച്ചൊരു അപ്പു പിടഞ്ഞെഴുന്നേറ്റ് അതിനുള്ളിലേക്ക് കയറിപ്പോയി. കുറച്ചേറെ നേരത്തെ ശ്രമത്തിന് ശേഷം വിജയന്റെ ഫോൺ ബെല്ല് കേട്ടതോടെ ദീപ ഇരുന്നിടത്തു നിന്നും ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അച്ഛാ, ഒന്ന് വേഗം വാ അച്ഛാ, എനിക്ക് പേടിയാവുന്നു. അയാൾ ഫോൺ എടുത്തതും ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കും മുൻപ് തന്നെ അലറി വിളിച്ചു കരഞ്ഞു ദീപ. ദീപു, എന്താ മോളെ? എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയേ? അയാൾ വെപ്രാളത്തോടെ ചോദിച്ചു. കാര്യമൊക്കെ ഞാൻ പിന്നീട് പറയാം അച്ഛാ, ഇപ്പോൾ ഒന്ന് വേഗം വായോ. ഭയന്ന് വിറച്ച് കരഞ്ഞുകൊണ്ടാണ് ദീപ പറഞ്ഞത്. വരാം വരാം അച്ഛൻ, ഇപ്പം വരാം, ഇന്നിങ്ങനെ കരയാതെ. അവളുടെ കരച്ചിലൊക്കെ അടുത്തും വെപ്രാളത്തോടെ പറഞ്ഞിട്ട് അയാൾ വേഗം അവൾക്കടുത്തേക്ക് പോകാനായി എഴുന്നേറ്റു. എന്താ വിജയ, ആരെ വിളിച്ചേ? അയാളുടെ ധൃതിയും വെപ്രാളവും കാണേ അയാൾക്ക് മുന്നിലിരുന്ന രവി ചോദിച്ചു. അത് വിളിച്ചതെൻ്റെ മോളാണ് ചേട്ടാ. എന്താ പ്രശ്നമെന്നൊന്നും പറഞ്ഞില്ല. അവൾ വല്ലാതെ ഭയന്ന് കരയുന്ന പോലെ എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഒന്ന് പോയിട്ട് വരാം, വന്നിട്ട് നമുക്ക് സംസാരിക്കാം ചേട്ടാ. ധൃതിയിൽ പറഞ്ഞിട്ട് പോകാൻ ഇറങ്ങി വിജയൻ. ചേ, ആ പെണ്ണിനെ വിളിക്കാൻ കണ്ട നേരം അയാളെ പ്രതീക്ഷ വന്നിട്ട് എല്ലാം വെറുതെയായി. വിജയൻ സ്കൂട്ടർ എടുത്ത് പോകുന്ന കാണാൻ ദേഷ്യത്തോടെ കൈ ചുരുട്ടി ടേബിൾ ഇടിച്ചുകൊണ്ട് പറഞ്ഞു രവി. അവിടെ നിന്ന് ഓടിപ്പാഞ്ഞു വന്ന വിജയൻ വീടിന്റെ മുൻവാതിൽ അടച്ചു പൂട്ടിരിക്കുന്നത് കാണാൻ വെപ്രാളത്തോടെ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഈശ്വര, ആരാകും വന്നത്? പോലീസാണോ അതോ അപ്പുവേട്ടനോ? ബെല്ല് കേട്ടതും പേടിയുടെ കുറച്ചുകൂടെ കൂനിക്കൂടിയിരുന്നു ദീപ. ദീപു മോളെ, വാതിൽ തുറന്നേ. ബെല്ല് കേട്ടിട്ട് വാതിൽ തുറക്കാതെ ആയതോടെ പേടിച്ചു പോയ വിജയൻ വാതിൽ മുട്ടി വിളിച്ചു. അച്ഛൻ്റെ ശബ്ദം കേട്ടതോടെ ഇരുന്നിടത്തുനിന്ന് ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് ഓടി വന്ന് വാതിൽ തുറന്ന് അയാളുടെ നെഞ്ചിലേക്ക് വീണു ദീപ. അച്ഛാ, ഞാൻ അറിഞ്ഞോണ്ടല്ല അച്ഛാ, അറിയാതെ ചെയ്തു പോയതാണ്. അയാളെ ചുറ്റിപ്പിടിച്ചെന്ന് കരഞ്ഞു വിളിച്ചു അവൾ. എന്താ എന്താ മോളെ? അയാൾ പരിഭ്രമത്തോടെ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. അമ്മമ്മയെ ഞാൻ തള്ളിയിട്ടു അച്ഛാ. അവരുടെ തല പൊട്ടി ചത്തുപോയെന്നാണ് തോന്നുന്നത്. എന്താ നിലത്താകെ ചോരയാണ്. നീരി വിളിക്കും പോലെ പറഞ്ഞുകൊണ്ട് അവൾ സോപാന്റെ പടിക്ക് താഴെ രക്തം ഒഴുകി പരന്ന് കിടക്കുന്നിടത്തേക്ക് വിരൽ ചൂണ്ടി. എന്താ പറഞ്ഞു ദീപു നീ? അവരെ വിറച്ച് ചോദിച്ചുകൊണ്ട് അവൾ വിരൽ ചൂണ്ടി ഇടത്തേക്ക് നോക്കി വിജയൻ വിറങ്ങലിച്ച് നിന്ന് പോയി. എന്തൊക്കെയാണ് ദീപു നീ ചെയ്തു കൂട്ടിയത്? എന്നിട്ടിപ്പോ അവരെ ആരാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്? ഏത് ആശുപത്രിയിലാണ്? അയാൾ ഭയത്തോടെ അവളെ നോക്കി തിരക്കി. അത് ദിവ്യ വന്നു. അവൾ കരഞ്ഞുകൊണ്ട് റോഡിലേക്ക് ഓടിച്ചെന്നു. അപ്പുവേട്ടന്റെ ഒരു ഫ്രണ്ടിലെ സുഭാഷ്, അയാളാണ് വന്നത്. അവർ രണ്ടാളും ചേർന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എവിടെയാണെന്ന് അറിയില്ല, അറിയാതെ പറ്റിപ്പോയതാണ് അച്ഛാ. നമുക്ക് ഇവിടുന്ന് പോവാം, എങ്ങോട്ടെങ്കിലും പോകാം അച്ഛാ. പകച്ചിന്ന് അയാളെ പിടിച്ചു ഉലച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എവിടെ പോയി വിളിച്ചിട്ടും കാര്യമില്ല ദീപു. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അപ്പു നമ്മളെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഒന്ന് സമാധാനത്തോടെ ഇരിക്കും. അവരുടെ അവസ്ഥ എന്തെന്നറിയാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അയാൾ വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ എടുത്ത് ആരെയോ വിളിക്കാൻ ശ്രമിച്ചു. കുറച്ച് മാറുന്ന വിജയൻ ആരോട് സംസാരിക്കുന്ന നോക്കി പതർച്ചയോടെ നിന്നു ദീപു വേഗം പോയി അത്യാവശ്യം വേണ്ട ഡ്രസ്സും നിന്റെ സ്വർണവും സർട്ടിഫിക്കറ്റും കാര്യങ്ങളുമൊക്കെ എടുത്ത് ഒരു ബാഗിലാക്കിക്കൊണ്ട് വാ വേഗം. എന്തായാലും ഇതുവരെ അവർ മരിച്ചതായി വിവരമൊന്നുമില്ല. നീ വേഗം വരാൻ നോക്ക്. ഫോൺ കട്ട് ചെയ്ത് വിജയൻ ധൃതിയിൽ അവർക്കടുത്തേക്ക് വന്ന് പറഞ്ഞു. എവിടെ പോകുവാണ് അച്ഛാ നമ്മൾ? വിറിയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു ദീപ. തൽക്കാലം അപ്പുവിന്റെ ചെറിയമ്മയില്ലേ ഉമ, അവരുടെ ഒരു പഴയ വീട്ടിലെ ആ പാടത്തിന്റെ അക്കരെ തൽക്കാലം അവിടേക്ക് പോവാം. വേഗം വാ നീ. അയാൾ ധൃതി വെച്ചുകൊണ്ട് പറഞ്ഞു. അവിടെയോ? അവിടെ വേണോ അച്ഛാ? അവർ ആരോടും അത്ര അടുപ്പമില്ലാത്തത് കൊണ്ട് തങ്ങളെ കാണുമ്പോഴുള്ള ഉമ്മയുടെ പുച്ഛവുമൊക്കെ ഓർത്ത ദീപ ചോദിച്ചു. മിണ്ടാതെ എൻ്റെ കൂടെ വന്നേക്കണം. ആ തള്ളെ ഉപദ്രവിച്ച പേരിൽ എന്തേലും അവർ പരാതി കൊടുക്കും. തൽക്കാലം പോലീസിന്റെ കൈപ്പിടിയിൽപ്പെടാതെ എവിടെയെങ്കിലും നിന്നെ സുരക്ഷിതമാക്കണം എനിക്ക്. ഇനിയിപ്പോ ആ തള്ള എങ്ങനെ തട്ടിപ്പോയാൽ എന്താകും അവസ്ഥയെന്ന് ഞാൻ പറയണ്ടല്ലോ. അയാൾ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. അവർ കേസ് കൊടുക്കുക അച്ഛാ. അങ്ങനെ ചെയ്താൽ അവരെന്നെ പിടിച്ചോണ്ട് പോകുമോ?
എത്രയൊക്കെ ധൈര്യം ഭാവിച്ചു നിന്നിട്ടും അവർ മരിച്ചു പോകുമോ, പോലീസ് തന്നെ കൊണ്ടുപോകുമോ എന്നൊക്കെ ഓർത്തപ്പോൾ ദീപയെ വിറച്ചു. പിന്നെ കേസ് കൊടുക്കാതെ അപ്പുവാണ് ആള്. എങ്ങനെ നിന്നെ ഒഴിവാക്കാമെന്ന് നോക്കി നിന്നവർക്ക് നീ തന്നെ കാണമുണ്ടാക്കി കൊടുത്തരാം. ആ തള്ളച്ചത്താൽ അത് തീർച്ചയായും കേസാകും. അങ്ങനെയായാൽ നിന്റെ ജോലി, ഇനി മുന്നോട്ടുള്ള ജീവിതം, അതൊക്കെ എന്താകുമെന്നൊന്നും ഓർത്തു നോക്ക്. ഇനിയിപ്പോ എന്തോർത്തിട്ടും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. വരുന്നതൊക്കെ അനുഭവിക്കുക തന്നെ. പോയി എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വേഗം വരാൻ നോക്ക്. അയാൾ പറഞ്ഞതും പിന്നൊന്നും മിണ്ടാതെ ഓടിപ്പോയി ആവശ്യമുള്ളതൊക്കെ എടുത്ത് വിജയനൊപ്പം പോകാൻ തയ്യാറായി ഇറങ്ങി. അച്ഛമ്മയെ കാണാൻ തണുപ്പ് നിറഞ്ഞ ആ റൂമിൽ കയറുമ്പോൾ അപ്പുവിന്റെ കൈയും കാലും വിറച്ചും നെഞ്ചു പിടഞ്ഞു. തലയിൽ വലിയൊരു കെട്ടുമായി കണ്ണുകൾ അടച്ചു കിടക്കുന്ന സരസ്വതി അമ്മയെ കാണാൻ അപ്പുവിന്റെ കണ്ണുകൾ തുളുമ്പി. 4-5 മാസങ്ങൾക്ക് മുൻപ് ഇതുപോലെ ICUവിൽ കയറി ഇറങ്ങിയ ദിവസങ്ങളുടെ ഓർമ്മയിൽ അവനൊന്ന് വിറച്ചു. ഇനിയും ഒരു നഷ്ടം കൊണ്ട് താങ്ങാൻ വയ്യ. തളർച്ചയുടെ ഓർത്തുകൊണ്ടവൻ അവർക്ക് അടുത്ത് വന്ന് നിന്നു. ഒരുപാട് സംസാരിക്കരുത് കേട്ടോ, തന്നെ കണ്ടേ പറ്റുള്ളൂ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിപ്പിച്ചത്. നല്ല ആഴത്തിലുള്ള മുറിവാണ്, പിന്നെ പ്രായമായില്ലേ, തല അനങ്ങാൻ പാടില്ല. ഇൻഫെക്ഷൻ ഉണ്ടാകാതെ വളരെ സൂക്ഷിക്കണം. അച്ഛമ്മയുടെ ബെഡിന് അടുത്ത് വന്ന് നിന്നവനോട് പറഞ്ഞ് അവരെ നോക്കുന്ന ഡോക്ടർ. ഞാൻ ശ്രദ്ധിച്ചോളാം പറയുമ്പോൾ അവരെ തൊണ്ട ഇതറിയത് ഡോക്ടർക്ക് മനസ്സിലായി. വിഷമിക്കേണ്ട, സമയത്തിന് ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത് കൊണ്ട് തന്നെ ആളുടെ ജീവന് ആപത്തൊന്നുമില്ല. എന്തെല്ലാം അച്ഛമ്മയെ വിളിക്കുക. അപ്പുവിന്റെ തോൾ തട്ടി പറഞ്ഞിട്ട് അവിടെ അടുത്തൊന്നും നേഴ്സിനെ നോക്കി എന്തോ പറഞ്ഞ ശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആളെ മെല്ലെ വിളിച്ചു നോക്കൂ സാർ. അച്ഛമ്മേ അച്ഛമ്മേ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയേ, അപ്പുവാണ്. ആ നേഴ്സ് പറഞ്ഞതും അപ്പം മെല്ലെ അവിടെ കയ്യിൽ തലോടിക്കൊണ്ട് വിളിക്കാനും സംസാരിക്കാനും ശ്രമിച്ചു. അച്ഛമ്മേ. അത്രയും വിളിച്ചിട്ടും കണ്ണുകൾ അടച്ചു കിടക്കുന്നവരെ ഒന്നുകൂടെ വിളിച്ചു നോക്കിയപ്പോ ഈ തവണ അവർ മെല്ലെ ഒന്ന് മൂളുകയും കണ്ണുകൾ ചിമ്മി തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അച്ഛമ്മേ. സന്തോഷം കൊണ്ട് വിങ്ങിപ്പോയ അപ്പു വീണ്ടും വിളിച്ചു. കണ്ണുകൾ തുറന്നില്ലെങ്കിലും അവന്റെ വിളി കേട്ടതുപോലെ അച്ഛമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീര് ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങി. അച്ഛമ്മേ. അവരുടെ കൈപ്പത്തിയിൽ മുഖം മുട്ടിച്ചുകൊണ്ട് അപ്പു വീണ്ടും വിളിച്ചു. അപ്പം മോനെ. നീരി വെച്ച കണ്ണുകൾ പാതി തുറന്ന് അവനെ നോക്കി വിളിച്ചു അച്ഛമ്മ. അപ്പു മൂളിക്കണ്ട് അവിടെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത്. മോനെ, അവൾ ആ ദീപ, അവൾ കാരണമാണ് ഞാൻ. നിറച്ചും വിക്കിയും അച്ഛമ്മ പറയാൻ നോക്കി. ദീപയാണ് എന്ത് ചെയ്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അച്ഛമ്മേ. വെറുതെ വിടില്ല ഞാൻ അവളെ, കൊല്ലാതെ കൊല്ലും അവളെ. പല്ല് കടിച്ച് ഞെരിച്ച് ദേഷ്യം അടക്കി പറഞ്ഞു അപ്പു. ഈ പേരും പറഞ്ഞ് ആരോട് പേരെയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കണം. ഇനി അവർ നമ്മുടെ കൂടെ വേണ്ട. കേസ് കൊടുക്കണ്ട കേട്ടോ. വേദന കൊണ്ട് മുഖം ചുളിഞ്ഞു പോയെങ്കിലും അവർ പറഞ്ഞു. സാർ മതി കേട്ടോ, ആൾക്ക് ഒത്തിരി സംസാരിക്കാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോക്ടർ വന്നാൽ എനിക്കാവും വഴക്ക് കിട്ടുക. അച്ഛമ്മയുടെ വേദന നിറഞ്ഞ മോളിൽ കേൾക്കെ നേഴ്സ് കൊച്ച് അവരോട് പറഞ്ഞു. ഞാൻ പൊയ്ക്കോളാം. അച്ഛമ്മയ്ക്ക് വേദന മാറാനുള്ള മെഡിസിൻ എന്തെങ്കിലും കൊടുക്കണേ. അവരുടെ വേദന സഹിച്ചുള്ള കിടപ്പ് കാണാൻ നെഞ്ചു പൊട്ടുന്ന നോവോടെ അപ്പു പറഞ്ഞത്. ഇപ്പം എടുക്കാനുള്ള ഇഞ്ചക്ഷൻ ഉണ്ട് സാർ, അത് കഴിയുമ്പോൾ മയങ്ങിക്കോളും. സാർ പൊയ്ക്കോളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ആ കുട്ടി പറഞ്ഞതോടെ അച്ഛമ്മയുടെ നെറ്റിയിൽ മൃദുവായി തലോടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മോനെ? സംസാരിച്ചോ നിന്നോട്? അപ്പു പുറത്തേക്ക് വന്നതും അമ്മമാർ രണ്ടും കൂടെ ചോദിച്ചുകൊണ്ട് അവൻ അരികിലേക്ക് ഓടിയെത്തി. അച്ഛമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, കണ്ണു തുറന്നു എന്നോട് സംസാരിച്ചു. രണ്ടാളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. അമ്മ എങ്ങനെ വീണമെന്ന് പറഞ്ഞു അപ്പു. മാമ ഗൗരവത്തോടെ ചോദിച്ചു. വീണതല്ല, ദിവ്യ സംശയിച്ച് ശരിയാണ്. ദീപകാലമാണ് വീണത് എന്നാണ് അച്ഛമ്മ പറഞ്ഞത്. പറഞ്ഞുകൊണ്ട് അപ്പു തന്റെ അടുത്ത് ഒട്ടിച്ചേർന്ന പോലെ നിൽക്കുന്ന ദിവ്യയെ നോക്കി. എന്നാലും അവൾക്ക് എങ്ങനെ തോന്നി ഈശ്വര ഇങ്ങനെ ദ്രോഹം ചെയ്യാൻ? പണ്ടുള്ളവർ പറഞ്ഞതുപോലെ പാല് കൊടുത്ത കൈക്ക് തന്നെ കുത്തിയല്ലോ വിഷപ്പാമ്പ്. കടുത്ത ദേഷ്യത്തോടെ പറഞ്ഞു ഉഷ. എന്തായാലും ഇത്രയും കണ്ട് അവസാനിച്ചല്ലോ അപ്പു. ഇനി ആ വീട്ടിലോ എന്റെ ജീവിതത്തിലോ അവളോ അവളുടെ അച്ഛനോ വേണ്ട. അതിനെന്താ വേണ്ടെന്ന് ചെയ്യേ. അതിപ്പോ പോലീസിൽ പരാതിപ്പെടുന്നുവെങ്കിൽ അങ്ങനെ, അല്ലാതെ ഇറക്കി വിടുന്നെങ്കിൽ അത്. ഇനി അവരെ രണ്ടാളെയും എനിക്ക് കാണണ്ട. പകിയോടെ പറഞ്ഞു മാമ. അമ്മ തന്നെയും വേണ്ടെന്ന് വെച്ച് കളയുമോ എന്നൊരു ഭയത്തോടെ വിളിച്ചുകൊണ്ട് അവരുടെ ചുമൽ ചാഞ്ഞു ദിവ്യ. എന്താ ദിവ്യ, എന്തു പറ്റി? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാമ ചോദിച്ചു. എൻ്റെ അമ്മയാണ്, എനിക്ക് എൻ്റെ അമ്മയും അച്ഛമ്മയും എല്ലാവരെയും വേണം. നിറഞ്ഞ കണ്ണുകളോടെ അവരെ ചുറ്റി പിടിച്ചുകൊണ്ടാണ് ദിവ്യ പറഞ്ഞത്. നീയും ഇതുപോലെ കാണിച്ചാൽ ഞാൻ ചൂരൽ കൊണ്ട് നല്ല പെട തരും അല്ലടപ്പൂ. ദിവ്യയും ചേർത്ത് പിടിച്ചുകൊണ്ടതിന് ഭാമ പറയേ ദിവ്യയുടെ കൂർത്ത മുഖം കൂടെ കാണേ അപ്പൂ മുഷിയും ആ സങ്കടത്തിലും ചിരിച്ചുപോയി. അല്ല, വീട്ടിൽ ശിവയും കുഞ്ഞും ഒറ്റയ്ക്കല്ലേ. അപ്പോ നീ ഒരു കാര്യം ചെയ്യേ, ദിവ്യയും കൊണ്ടുപോയി വീട്ടിൽ വിട്ടിട്ട് വാ, ബാക്കിയൊക്കെ പിന്നീട് നോക്കാം. പെട്ടെന്ന് ഓർത്ത പോലെ ഭാമ പറഞ്ഞു. എന്നാ ഞാൻ പോയിട്ട് വരാം അമ്മേ. വരുമ്പോ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തേക്കാം. വരുമ്പോഴേക്കും റൂമൊക്കെ ആവും.
അവരോട് പറഞ്ഞിട്ട് ദിവ്യയും സുഭാഷിനെയും കൂട്ടി കാർ പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ അപ്പു പറഞ്ഞു, സുഭാഷേ, നീ ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി വിട്. ഞാൻ പോയി വിജയനെയും മോളെയും നോക്കട്ടെ. എൻ്റെ അച്ഛമ്മ ആ ICUയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പുത്തൻപുരയ്ക്കിൽ നിന്ന് അച്ഛനും മോളും പടിയിറങ്ങണം. ഇല്ലെങ്കിൽ ഇറക്കം ഞാൻ. പകിയുടെ മുരണ്ടു അപ്പു. എടാ, നീ ഇപ്പോൾ അങ്ങോട്ട് പോയി ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കണ്ടേ? കാറിലേക്ക് കയറുന്നതിൽ സുഭാഷ് തിരക്കി. അതൊക്കെ നീ എന്ന് ശിവയോട് പറഞ്ഞാൽ മതി. ഇവ 2 പെണ്ണുങ്ങളും കൂടെ അതൊക്കെ എടുത്തു വയ്ക്കും. അപ്പോഴേക്കും ഞാനങ്ങ് എത്തിയേക്കാം. ദിവ്യയും കൂടെ കാറിലേക്ക് കയറ്റി എഴുതി ഡോർ അടച്ചുകൊണ്ടാണ് അപ്പു പറഞ്ഞത്. ഒന്ന് വേഗം വാ ദിവ്യ. ആരെങ്കിലും പരാതി കൊടുത്ത് പോലീസ് വരും മുൻപ് രക്ഷപ്പെടാം. ചുറ്റിനും പരതി നോക്കിക്കൊണ്ടാണ് വിജയൻ പേടിയോടെ പറഞ്ഞത്. വാതിൽ പൂട്ടണ്ട അച്ഛാ. ദീപ ചോദിച്ച നിമിഷം തന്നെ അപ്പുവിന്റെ ബൈക്ക് പുത്തൻപുരയ്ക്കിലെ മുറ്റത്ത് ഇരച്ച് കയറി വന്നു. പിന്നാലെ മറ്റൊരു കാറും.